ഇന്ന് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സഫറിങ്സുകൾ, ആ ബുദ്ധിമുട്ടുകൾ, ഇതിലോ ആ വലിയ ബുദ്ധിമുട്ടുകൾ, ആ വലിയ മഹത്വത്തിനായിട്ട് കർത്താവ് ഇടപെടാം. ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവ് തീർക്കുക. ഇതിലോ എന്നെ കേൾക്കുന്ന എല്ലാവരും നമുക്കൊരു മിനിറ്റ് ഒന്നുകൂടെ പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്ന് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാരിലേക്ക് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി അങ്ങ് ചെയ്യുന്നതിനെ അവർ കർത്താവ് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ കർത്താവ് ഈ പറയുന്ന വചനത്തെ മുദ്രയിട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. അനേകം ആൾക്കാരിലേക്ക് കർത്താവ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അങ്ങ് ചെല്ലി കൊടുക്കുന്നതിനെ അവർ തന്നു. യേശുവിന്റെ നാമത്തെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്ന നാം വായിക്കുന്ന കഴിഞ്ഞാല് അതില് ഇന്ന് വായിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സസ് 9 ഓൺവേഴ്സ്. വെളിപാടിന്റെ പുസ്തകം 9 അധ്യായം, 7 അധ്യായം 9 വാക്യമാണ്. ഇത് പറഞ്ഞാല് ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചു കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ നിന്നും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. തുടർന്നായിട്ട് പറയുന്നത്, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിഞ്ഞു വീണു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിനെ നയിക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് ദൈവത്തെ നമസ്കരിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ആമേൻ എന്ന് പറയുവാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത കിട്ടിയ ആ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആരെന്ന് മൂപ്പന്മാർ ഒരുത്തൻ എന്നോട് പ്രൈസ് ചോദിച്ചു. എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നാണ് പറയുന്നത്, യജമാനെ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല് മഹാകഷ്ടത്തിൽ നിന്ന് കർത്താവ് വലിയൊരു ബ്രേക്ക് ത്രൂ നമുക്ക് തരും. കർത്താവ് വലിയൊരു മഹത്വം നമുക്ക് തരും. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവരുടെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അവർക്ക് വിശകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ പറഞ്ഞാല് സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ചു സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ചു ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ വാക്യം. ഇന്നത്തെ ദൂത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലോ മഹാകഷ്ടത്തിൽ നിന്ന് അവർക്ക് ഈ ഭൂമിയിൽ തന്നെ അവർക്ക് നല്ലൊരു ജീവിതം കർത്താവ് കൊടുക്കും. മാത്രമല്ല, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ സിംഹാസനത്തിൽ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവരെ കരുതും എന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. ഇന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിനെ പ്രഘോഷിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് കർത്താവിനെ പ്രഘോഷിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് കർത്താവിനോട് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടുകാരോ അതുപോലെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആരും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ദൈവവചനത്തിന് വേണ്ടി എത്ര പേര് തിന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥകൾ ഇഷ്ടംമാരും ഉണ്ടായിരുന്നു. ആരും കോണ്ടാക്ട് ചെയ്യാത്ത അവസ്ഥ, വിളിക്കാത്ത അവസ്ഥ. അത് പിന്നെയാണ് മനസ്സിലായത്, ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ഇവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യണോ? നമ്മളെ നമുക്ക് സംരക്ഷണം തരുന്ന സർവശക്തനായ ദൈവം നമ്മളെ വിളിക്കൂ. നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എത്ര ആൾക്കാർ നമ്മളെ തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര ആൾക്കാർ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവ വചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം എന്നെ പറഞ്ഞു കഴിഞ്ഞാല് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ അലയും, കർത്താവിൽ ആശ്രയിക്കുന്നതൊക്കെ ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. കാരണം വെച്ചാല് കർത്താവ് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ദൈവ സ്നേഹം അനുഭവിക്കാനുള്ള കൃപ കർത്താവ് തരും.
ഇതിലോ ഇന്നിപ്പം ഞാൻ തന്നെ 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അപ്പം 2016 ഡിസംബർ മാസത്തില്ല വലിയൊരു ട്രാജഡി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് പിന്നീട് പറയും. അത് കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിലാണ് കർത്താവിനെ പ്രഘോഷിക്കുന്ന ഇറങ്ങുന്നത്. പ്രൈസിലോ ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഇന്ന് വരെയും ആ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. പ്രൈസിലോ ചിലപ്പം മിക്കവാറും സമയങ്ങൾ തന്നെ ഉള്ളൂ എങ്കിൽ തന്നെയും പ്രൈസിലോ ഹല്ലേലൂയ. ഇപ്പൊ സ്ട്രീറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പൊ ദൈവനാമം മാത്രത്തിന് വേണ്ടി നിൽക്കാനുള്ള കൃപ കർത്താവ് തന്നെ ഓർത്തി നന്ദി പറയുന്നു. ഇന്ന് നിങ്ങൾ എവിടെ ഏത് അവസ്ഥയാണെങ്കിലും എവിടെ നിൽക്കുവാണെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിശ്ചയമായിട്ടും ദൈവം അത് കണക്കിടും. പ്രൈസിലോ ഹല്ലേലൂയ. കർത്താവ് അതാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട വ്യക്തികൾ ആകുവാനുള്ള കൃപ കർത്താവ് തന്നിരിക്കുന്ന ആർക്കാണെന്ന് കഴിഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത്. എല്ലാവരും ഒന്നുമില്ല. പ്രൈസിലോ ഹല്ലേലൂയ. നീ ലോകത്തിൽ കാണുന്ന എല്ലാവരും, നീ ലോകത്തിൽ കാണുന്നല്ല, നമ്മൾ ഇത് കാണും. അവരിന്ന് കാണും, നാളെ ഇവര് മരിച്ച് എന്നൊക്കെയോ നിത്യനരകത്തിലേക്ക് പോകും. ദൈവത്തിനറിയാം. പ്രൈസിലോ. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട നമ്മൾക്ക് വേണ്ടി പ്രൈസിലോ നീതി സൂര്യൻ നമുക്ക് വേണ്ടി കർത്താവ് സ്പെഷ്യലായിട്ട് കർത്താവ് നീതി സൂര്യന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണ്ടി തരും. പ്രൈസിലോ. അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40 അധ്യായം അതിൽ 31 വാക്യം പറയുന്നത്, കർത്താവിൽ വീണ്ടും ആശ്രയിക്കുന്ന ഒരു വ്യക്തി, കർത്താവിൽ ആശ്രയിക്കുന്നവര് കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാൽ തളരത്തില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. എല്ലാ വഴികളിലും നമ്മെ കാത്ത് പരിപാലിക്കാനായിട്ട് ദൈവം തന്റെ ദൂത ഗണങ്ങളോട് കൽപ്പിച്ചു കഴിഞ്ഞു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് പറഞ്ഞാല് ഈ ഭൂമിയിൽ നമ്മൾ എത്രമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാലും നമുക്കൊരു മഹത്വമുണ്ട്. ഈ കഷ്ടങ്ങളൊന്നും അധികം നാളൊന്നും ഉണ്ടാകത്തില്ല, ചുരുങ്ങിയ കാലത്തേക്കേ കാണത്തുള്ളൂ. പ്രൈസ് ലോർഡ്. അധികം നാളൊന്നും ഈ കഷ്ടങ്ങളൊന്നും കാണത്തില്ല. എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ഈ കഷ്ടങ്ങളാണ്, എല്ലാ ദിവസവും ഈ ബുദ്ധിമുട്ടുകളാണ്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ചിലപ്പോൾ മനസ്സ് മടുത്ത അവസ്ഥ ഉണ്ടായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി. പ്രൈസ് ലോർഡ്. അപ്പൊ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന കാരണം അപ്പൊ അങ്ങനത്തെ അവസ്ഥകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവവചനത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മളെ യേശു ക്രിസ്തു തന്നെ നമുക്കറിയാം, കുരിശുമരണ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലാവരും ഒറ്റപ്പെടുത്തി. സ്നേഹിച്ച ശിഷ്യന്മാര് വേരി അവർ ഉറങ്ങി. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഗെത്സമനേൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ലോർഡ് യേശുവിന്റെ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം മരണവേദന അനുഭവിച്ച സമയത്ത് ശിഷ്യന്മാര് വേരി ഉറങ്ങി. ആ സ്നേഹിച്ച ശിഷ്യൻ പേരും തള്ളിപ്പറഞ്ഞു. പ്രൈസ് ലോർഡ്. എല്ലാവരും ചെതറി ഓടി എങ്കിൽ തന്നെയും പിതാവായ ദൈവത്തിന്റെ നിത്യസ്നേഹം യേശു ക്രിസ്തുവിലുണ്ടായിരുന്നു. പിതാവായ ദൈവത്തിന്റെ ആ നിത്യസ്നേഹത്താല് യേശു ക്രിസ്തുവിനെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇന്ന് ആ യേശു ക്രിസ്തുവിന്റെ ആ കൃപ നമ്മുടെ മേലുള്ള സമയത്ത് ഉള്ള ഒരൊറ്റ കാരണത്താല് എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും ഈ ദൈവം നമുക്ക് അതെല്ലാം മാനേജ് ചെയ്യാനുള്ള കൃപ നമുക്ക് തരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, പത്രോസിന്റെ ലേഖനത്തില് കർത്താവ് പറയുന്നത്, ഫസ്റ്റ് പീറ്റർ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23 ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, കിടുന്ന വിജയത്താലല്ല, പ്രൈസ് ലോർഡ്, കിടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ച ദൈവപൈതലാണ്. പഴയ ആ ഡിപ്രഷൻസും ആങ്സൈറ്റിയും അതേപോലെ തന്നെ നമ്മളെ തകർക്കുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ നിശ്ചയമായിട്ട് അതിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം ഒരു ദുരാത്മ ശക്തിയുടെ പ്രവർത്തനമാണ്. ഞാൻ കർത്താവിന്റെ വേലയായിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കും. അനേകം ആൾക്കാർ ചിലപ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും ഇങ്ങോട്ട് വിളിക്കാത്ത ആൾക്കാർ വിളിച്ച് ശല്യം ചെയ്യും. അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന് ശല്യം ചെയ്യാറുണ്ട്. പ്രൈസിലോ. ശല്യം ചെയ്യും, ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രയർ റിക്വസ്റ്റ് അൻപുണ്ട്. പ്രൈസിലോ. അതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഇവരാരും കാണത്തില്ല. കാരണം വെച്ചാൽ ഇത് ഒരു അന്ധകാര ശക്തിയുടെ ഒരു ബാധയാണ്. പ്രൈസിലോ. അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച കാര്യം പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മൾ കർത്താവിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് കൊടുത്തു കഴിഞ്ഞു. പ്രൈസിലോ. അല്ലെങ്കിൽ അവർക്ക് രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ആഗ്രഹം. അപ്പൊ അവർ പറയുന്ന പ്രാർത്ഥന നമ്മൾ കേട്ട് പ്രാർത്ഥിക്കണം. പ്രൈസിലോ. അല്ലെങ്കിൽ അപ്പൊ അതാണ് ചില ആൾക്കാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. പ്രയർ ലൈഫിൽ ഇരിക്കുന്ന ആൾക്കാരെ അവരുടെ പ്രാർത്ഥന ജീവിതം തറക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് വേറൊരു പറഞ്ഞു, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് വിഷയം തിരുതാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഓൾറെഡി കർത്താവിലേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. അതാ കർത്താവിന്റെ ആഗ്രഹം. അത് പറഞ്ഞാൽ പേര് വിളിക്കാറില്ല. പിന്നെ കോൺടാക്ട് ചെയ്യണേ ഞാൻ എടുക്കാറില്ല.
അല്ലേ? ഞാൻ പറഞ്ഞാല് നമ്മൾ ഒരാളുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയണം, നിശ്ചയമായിട്ടും പറയണം. അവർ രക്ഷാവചനം കേൾക്കണം. പ്രൈസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഫോഴ്സ് ചെയ്യണം പോകേണ്ട ആവശ്യമില്ല. അത് കർത്താവിനെ ടച്ച് ചെയ്യും. പ്രൈസ് ലോട്ട് ഹല്ലേലൂയ. പിന്നെ നമ്മൾ ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് നമ്മൾ പറയേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ ഞാൻ സ്ട്രീറ്റിൽ കർത്താവിന് വചനം പ്രസംഗിക്കാനോട് പോകും. പ്രൈസ് ലോട്ട് ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കണമെന്നത് അത് കർത്താവ് എന്നെ പരമേൽപ്പിച്ച കാര്യമാണ്. അത് ഞാൻ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് നോ എക്സ്ക്യൂസ്. ഒരു എക്സ്ക്യൂസ് തരുന്നില്ല. സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. അത് അറിയാമെങ്കിലും അറിയത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരദ്ദേഹം ബൈബിൾ പോയിട്ട് പബ്ലിക്കായിട്ട് ഒന്ന് വായിക്കണം. നമ്മളെ രണ്ടുപേരെയും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് ഇടവരുത്തും. ആരും കേട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ പറയുന്ന വചനം അവിടെയുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മൾ വായിന്ന് പുറപ്പെട്ട വചനം അത് ഫലമില്ലാതെ തിരിച്ചു വരത്തില്ലാന്ന് യെശയ്യാപ്രവാചക പുസ്തകം പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഞാൻ കറുത്ത് സ്ട്രീറ്റിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ സംസാരിക്കണം എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ബൈബിൾ തുറന്ന് ഒരു അധ്യായം ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചിട്ട് തിരിച്ചു വരും. ഇന്നൊക്കെ ആ സിറ്റി ആദ്യ ഘട്ടം സിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ റിജക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. വചനം കേൾക്കത്തില്ലാത്ത ആൾക്കാർ, ഒരാളും സപ്പോർട്ട് ചെയ്യാനെടുത്തില്ലാത്ത ആൾക്കാർ, ചിലവർ സപ്പോർട്ട് ചെയ്യുന്ന രീതി വന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇതിൽ നിന്നെല്ലാം ആദ്യ ഘട്ടങ്ങളൊക്കെ ഇനി ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതിൽ നിന്നെല്ലാം ഞാൻ തരണം ചെയ്തു. ഇതെല്ലാം ഒരു നാൾ മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിഹാസങ്ങളും ഈ നിന്ദകളും ഒക്കെ ഒരു നാൾ കർത്താവ് എടുത്ത് മാറ്റും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇന്നൊക്കെ സ്ട്രീറ്റ് ഇന്ന് പഴയ സ്ഥലത്ത് ആരും ഇല്ലാത്ത സമയത്ത് കന്നുപോയി പ്രസംഗിച്ച അവസ്ഥയിൽ ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇന്ന് അനേകം ആൾക്കാർ കർത്താവിനെ പ്രഘോഷിക്കുന്നു. അവിടെ ആ ചുറ്റി ചെന്ന് കഴിഞ്ഞാൽ അനേകം ആൾക്കാർക്ക് എന്നെ അറിയാം. കർത്താവിനെ പ്രഘോഷിക്കുന്നത് അവര് ചിലർ ചോദിക്കും ഇത്ര നാളിട്ട് എവിടെയായിരുന്നു. ഏത് സമയം ഒരു സെറ്റി പോകാനായിട്ട് പറ്റത്തില്ല. പല സ്ഥലങ്ങളിൽ പല സമയത്ത് പല സ്ഥലങ്ങളിൽ പല സിറ്റിയിലായിട്ട് കർത്താവിനെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുകയാണ്. കർത്താവ് അതിനോട് നന്ദി പറയുന്നു. ഇന്നൊക്കെ ഞാൻ പ്രസംഗിച്ച സിറ്റികൾക്ക് അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. അനേകം ആൾക്കാർ സ്നാനപ്പെട്ടു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ അതാണ് ഒന്ന് പത്രോസ് പറയുന്നത് 1:23 വാക്യം പറയുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനാൽ തന്നെ ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമ്മൾ ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തി ഒരു പുതിയൊരു സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ലോർഡ്. നമ്മുടെ നിന്ന പരിഹാസം, മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളഞ്ഞ അവസ്ഥ, പ്രൈസ് ലോർഡ്, അതിനെല്ലാം കർത്താവ് അതെല്ലാം നമ്മൾ അവർക്കെതിരെ ഒന്നും ചെയ്തില്ല എങ്കിൽ തന്നെയും നിശ്ചയമായിട്ടും കർത്താവ് അവർക്കെതിരെ പ്രവർത്തിക്കും. പ്രൈസ്. അതാണ് പറയുന്നത് യെശയ്യാപ്രവാചക പുസ്തകം 41 അധ്യായം പറയുന്നത്, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതെ തീരും. അപ്പൊ നമ്മളല്ല അവരെ നശിപ്പിക്കേണ്ടത്, ആ ദൈവം തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കും. നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് പോകണ്ട. നമ്മൾ ദൈവസന്നിധി നിൽക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ്. നമുക്കറിയാം പത്രോസിനെയും ശീലാസിനെയും അവർ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തിയില് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള അനുഭവിച്ചു. പത്രോസ് പൗലോസ് ഞാൻ പൗലോസിനെ കുറിച്ച് പറയുന്നു. പൗലോസും ശീലാസും അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തില് അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പത്രോസും ശീലാസും അവരെ കാലും കൈയൊക്കെ ആമത്തിലിട്ടു, അനക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ എങ്കിലും അവരെ പിടിച്ച ആൾക്കാർക്കെതിരെ, അവരെ പ്രോസിക്യൂട്ട് ചെയ്ത ആൾക്കാർക്കെതിരെ അവരൊന്നും പറഞ്ഞില്ല. അവര് കർത്താവിന്റെ യേശു ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സ്തുതിപ്പിന്റെ ശക്തിയാല് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആ ശക്തി അവിടെ വരികയും അവർ പുറത്തു വരികയും ചെയ്തു. നമ്മളെ ഞാനൊക്കെ ഇതിനെ കറുത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ എതിർക്കുന്ന നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കർത്താവിന് നമ്മൾ സ്തോത്രം പറഞ്ഞാൽ മതി. കർത്താവിന് നമ്മൾ when you give the praise and thanks to the Lord, there is a miracle in that one. Praise the Lord. Our God will send his heavenly angels to get the protection for you. Praise the Lord. In your place, wherever you are living, praise the Lord, that entire area will be protected by the power of the Holy Spirit. Praise the Lord. When you are trusting in Jesus' name. Praise the Lord. Hallelujah. അതാണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. അതാണ് എഫെസ്യർ ലേഖനത്തിൽ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. അതാണ് പറയുന്നത്. ഇത് എന്ന് കഴിഞ്ഞാല് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ്. അൺകൗണ്ടബിൾ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണെന്ന് പറഞ്ഞാല് കർത്താവിന്റെ ശക്തി ഡിവൈൻ പവറാണ്. നമുക്ക് ഒരിക്കലും കണ്ണുകൾ കൊണ്ട് കാണുകയോ കാതുകൾ കൊണ്ട് കേൾക്കുകയോ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത
അത്യന്തം വൻ കാര്യങ്ങളാണ് ദൈവത്തിന് ശക്തിയാൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പൊതുവേണ്ട ആവശ്യമില്ല. നമുക്ക് കർത്താവ് ഒരു പ്രതിഫലം തരും, അത് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ആൾക്കാർ ദൈവ വേലയിൽ ശക്തിപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒറ്റേ കാണത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തന്നെയുള്ളൂ, എങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് കർത്താവ് ഉണ്ട് നിങ്ങളുടെ കൂടുതലാണ്. നിങ്ങൾ നിങ്ങൾ വെച്ച കാല് പിന്നെ പുറോട്ട് വെക്കരുത്. ഒരു കാല് പുറോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പിശാചിനെ നിങ്ങൾ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മളെ രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവുമായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പസ്വലന്മാരും പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരുമായിട്ടുള്ള അടിത്തറമേൽ നമ്മൾ പണിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ പ്രവാചക അടിത്തറ പണിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്മാര് അടിത്തറയിൽ നമ്മൾ പണിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അപ്പസ്വലന്മാര് അടിത്തറയിൽ നമ്മൾ എന്നാകുന്ന അടിത്തറയിൽ നമ്മൾ പണിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ മൂലക്കല്ല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ചീഫ് കോർണർസ്റ്റോൺ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും വചനത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലാണോ? നമ്മൾ മറ്റുള്ളവരുടെ സംസാരം നമ്മൾ കേൾക്കണം, നിശ്ചയമായിട്ട് നമ്മൾ ടോക്കുകൾ കേൾക്കണം. പക്ഷെ അതിലുപരിയായിട്ട് പ്രൈസ് ദി ലോർഡ് നമ്മൾ വചനം ധ്യാനിക്കണം, നമ്മൾ വചനം വായിക്കണം. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ചെയ്യുന്ന ജോലിക്ക് നമ്മൾ മുടക്കം വരുത്തരുത്. നമ്മൾ സമയമെടുത്ത് നമ്മൾ കർത്താവിന്റെ വചനം വായിക്കുവാനും, സമയമെടുത്ത് കർത്താവിന്റെ വചനം ധ്യാനിക്കുവാനും, സമയമെടുത്ത് വചനം പഠിക്കുവാനും, സമയമെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. ഞാനൊക്കെ രാവിലെ ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ മിനിമം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ചെയ്യത്തുള്ളൂ. നേരത്തെ അങ്ങനെയില്ലായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, കറക്റ്റായിട്ട് പ്രാർത്ഥിക്കത്തില്ല. നിശ്ചയമായിട്ട് മിനിമം 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടതിന് ശേഷം മാത്രമേ ഒരു വേലയ്ക്ക് വേണ്ടി ഞാൻ പോകത്തുള്ളൂ, അല്ലാതെ പോകത്തില്ല. കാരണം വെച്ചാൽ എവിടെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും അതേപോലെ അന്ധകാശക്തിയുടെ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. ഈ ദുഷ്ടശക്തിയെ ജയിക്കണമെങ്കിൽ കർത്താവിന്റെ തിരക്തത്തിന്റെ സംരക്ഷണം നമുക്ക് വേണം, കൂടിയേ തീരത്തുള്ളൂ. അന്ധകാരശക്തിയുടെ കോട്ടകൾ നമ്മൾ തകർക്കണമെങ്കിൽ കർത്താവിന്റെ ശക്തി നമുക്ക് വേണം. അതാണ് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പിശാചി ജോബിനെ തകർക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ കർത്താവിനോട് പറയുവാണ്, കർത്താവ് ജോബിന് ചുറ്റും മതില് കെട്ടി ജോബിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ജോബിന് ചുറ്റും ബൗണ്ടറി പോലെ നിന്ന് കർത്താവ് ജോബിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരന്ധകാര ശക്തി നമ്മുടെ അടുക്കത്തില്ലാത്ത രീതിയിൽ കർത്താവ് അവർക്ക് ഒരു ബൗണ്ടറി കൽപ്പിക്കും. അന്ധകാര ശക്തിക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, നമ്മുടെ എതിരാളി ശക്തരാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരാൾ നിങ്ങൾ പറയാൻ ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നുള്ള ആത്മാവിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു ടെൻഷനും നമുക്ക് ഉണ്ടാകത്തില്ല, നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടാകത്തില്ല, നമുക്കൊരു നിരാശ ഉണ്ടാകത്തില്ല ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഫുൾ ഓഫ് ജോയ് ആയിരിക്കും. എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് നിറഞ്ഞൊരു മനസ്സായിരിക്കും നമ്മുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് മിനിമം 1 മണിക്കൂർ. നിങ്ങളുടെ ഉള്ളില് നിരാശയ്ക്ക് അടിസ്ഥാനമില്ല, ഒരിക്കലും നിരാശ ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങൾ ഒത്തിരി കാണും, കോർട്ട് കേസുകൾ ഒത്തിരി കാണും, പ്രയാസങ്ങൾ ഒത്തിരി കാണും. ചിലപ്പോൾ ആയിരിക്കും സ്ഥലത്ത് കയറിപ്പോകാനായിരിക്കും നിങ്ങളുടെ നിലനിൽപ്പ് വരും ബുദ്ധിമുട്ടായിരിക്കും, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരിക്കും. എങ്കിലും കർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ ഞെരുക്ക സ്ഥലത്തെ കർത്താവ് എനിക്ക് വിശാലത വരുത്തി. നമുക്ക് എതിരാളികൾ പലതുണ്ട്. നമ്മുടെ അതാണ് കർത്താവ് പറഞ്ഞാല് നമ്മുടെ ഞെരുക്കത്തിൽ എനിക്ക് വിശാലത വരുത്തി എന്ന ബൈബിൾ വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എനിക്ക് എതിരാളികൾ പലതുണ്ട്, എങ്കിലും എനിക്ക് വലുതും വിശാലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൽ നമ്മൾ പറയണം, കഴിഞ്ഞാല് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവാണ് എന്റെ സഹായകൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും എനിക്ക് വലിക്കത്തില്ല എന്ന് നമ്മൾ വാഗോട് നമ്മൾ തുറന്ന് പറയണം. അന്ധകാശക്തികൾ നമ്മളെ തകർക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സകല ജഡവും ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 23, 24, 25 ഇതിൽ പറഞ്ഞാല് 1 പത്രോസിന്റെ ലേഖനം അതിൽ 1 അധ്യായം 23, 24, 25 വാക്യം പറഞ്ഞു കഴിഞ്ഞാല് കിടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെ അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ തീർന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ബട്ട് ദ വേർഡ് the Lord abides forever. Praise the Lord hallelujah. And this is a word of good tidings which was preached to you. Praise the Lord. What was a good tidings? Good tidings, that is Jesus Christ, the manifestation of Jesus Christ.
the death of Jesus Christ and resurrection of Jesus Christ. Through the resurrection of Jesus Christ, we have received the salvation and we have received the forgiveness of sins in the name of Jesus Christ. By the blood of Jesus Christ is forgiving all your sins. Praise the Lord. Hallelujah. And Bible saying we are seated in the heavenly places in the right hand of the Heavenly Father. Praise the Lord. Hallelujah. So that Bible is saying you are in Christ Jesus. The Christ also the Christ is in you. The hope of glory. Apostle Paul was written in the Bible by the revelation of the Holy Spirit. Praise the Lord. Hallelujah. അതാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മള് ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഒന്നും ചിലവർ വിചാരിക്കും എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കുന്നില്ല, എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും നമ്മൾ സുസ്പഷ്ട ലെവൽ ചെയ്യുന്നു, ഒറ്റയോളല്ലോ എങ്ങോട്ട് പോകും എന്നൊക്കെ ചിന്തിക്കും, ഇങ്ങനെ ഇരിക്കും. പക്ഷെ കർത്താവിന് നമ്മുടെ പദ്ധതി നമുക്കറിയാം. ജോസഫൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നു. ഞാൻ പറയുന്നത് ഞാൻ ജോസഫൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നു. ജോസഫിന് വിചാരിച്ചു സ്വപ്നമൊക്കെ ശരി തന്നെയാണ്. പ്രൈസിലോട് ഇഷ്ടമായ സ്വപ്നങ്ങളൊക്കെ ജോസഫിനെ കിട്ടിയിട്ടുണ്ട്. ജോസഫിന് ഇഷ്ടമായ സ്വപ്നങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സ്വപ്നത്തിന്റെ ജോസഫിന് ആ സ്വപ്നത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും, ദൈവത്തിന് എങ്ങനെ ജോസഫിന് വിശ്വാസം വന്നു? ജോസഫിന്റെ അപ്പനായ യാക്കോബിന് ദൈവത്തിലുള്ള വിശ്വാസവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം യാക്കോബ് പൂർവ്വ പിതാക്കന്മാര് അബ്രാഹാം, ഇസ്ഹാക്ക്, അതിലൂടെ കിട്ടിയ വിശ്വാസം, യാക്കോബിന് കിട്ടിയ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യാക്കോബ് കർത്താവിൽ ട്രസ്റ്റ് ചെയ്ത ആ മൽപ്പിടുത്തം പിടിച്ചിട്ട് ഇസ്രായേൽ എന്ന പേര് മേടിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ജോസഫ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുത്ത വ്യക്തിയാണ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രതിസന്ധി ഘട്ടത്തില് പ്രയാസങ്ങളും ഏശാവ് യാക്കോബിനെ വർഷങ്ങൾക്ക് ശേഷം എതിരാക്കാൻ വരുമ്പോ കഴിഞ്ഞാല് അതിന് ഒരു ജീവനോടെ ഇരിക്കുമെന്ന് യാക്കോബിനെ അറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ വാഗ്ദത്തം ഉണ്ട്. കർത്താവ് ലാബാനോട് പറഞ്ഞിരിക്കുന്നാല് സ്വപ്നത്തിൽ ലാബാനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിന് യാക്കോബിനെ ഗുണമായിട്ട് ദോഷമായിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുമെന്ന് ലാബാനോട് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശത്രുക്കൾക്ക് കർത്താവ് കമാൻഡിങ് കൊടുക്കും, നമ്മൾ അറിയാതെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്വപ്നത്തിലായിക്കോട്ടെ, ആൾക്കാർ വഴിയായിക്കോട്ടെ, പിന്നെ വ്യക്തികൾ വഴിയായിക്കോട്ടെ, നിയമവ്യവസ്ഥ വഴിയായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് കർത്താവ് കമാൻഡ്മെന്റ് കൊടുക്കും. പ്രൈസ് എന്നുവെച്ചാല് ദൈവത്തിന്റെ അഭിഷേകത്തിനെതിരെ കൈവെക്കുന്ന ആൾക്കാർക്ക് എതിരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യാക്കോബിനെതിരെ കൈവെക്കാനിരുന്ന ലാബാന് എതിരെ കർത്താവ് ലാബാനോട് സംസാരിച്ചു. അങ്ങനെ യാക്കോബ് പോയ സ്ഥലങ്ങളിൽ മൊത്തം കർത്താവ് യാക്കോബിന് സംരക്ഷണം ഒരുക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് സംരക്ഷണം ഒരുക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫിന്റെ കാര്യം, ജോസഫ് കാരാഗ്രഹത്തില യാക്കോബിൽ നിന്ന് കിട്ടിയ ആ വിശ്വാസം മൊത്തം, വിശ്വാസം വെച്ചാൽ ആ എക്സ്പീരിയൻസ്, യാക്കോബും ദൈവമായിട്ടുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു ശക്തമായൊരു ബന്ധമായിരുന്നു യാക്കോബും ദൈവമായിട്ട്. ദൈവം യാക്കോബിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്ര ബുദ്ധിമുട്ട്, എത്ര ത്യാഗം സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം പ്രാപിക്കുമെന്ന് ദൈവകാര്യത്തിന് മുൻകൂറി പിന്നെ ഫസ്റ്റ് പ്രഫറൻസ് യാക്കോബ് കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സ്വന്തം വീട് വിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് രാത്രി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ, ഏകാന്തയിൽ കിടന്നുറങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ യാക്കോബിനെ പ്രത്യക്ഷപ്പെടുകയും ബഥേൽ എന്ന സ്ഥലത്ത് വെച്ച് പ്രത്യക്ഷപ്പെടുകയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വലിയൊരു ഗോവണി പോലെ കാണുകയും പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ദൂതന്മാർ അതിലൂടെ ഇറങ്ങുകയും താഴുകയും ഇറങ്ങി വരികയും മുകളിലോട്ട് പോവുകയെല്ലാം ചെയ്യുന്നു. പിന്നീട് യാക്കോബിന് സ്വപ്നം ഉണ്ടാകും, ദൈവത്തിന് അരുളപ്പാട് ഉണ്ടാകുന്നു, നീ കിടന്ന ഈ സ്ഥലത്ത് നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന ദേശം നിനക്ക് അവകാശമായിട്ട് തരും എന്ന് പറഞ്ഞ പോലെ തന്നെ 10-20 വർഷത്തിന് ശേഷം അത് കൊടുത്തു. പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് കർത്താവ് ഒരു വാഗ്ദത്തം തന്നു കഴിഞ്ഞാല് പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. പക്ഷെ അതിന് അല്പം സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. there will be some waiting period for that. Praise the Lord. Maybe 2 years, 3 years, 4 years, 10 years, 13 years, 25 years like Abraham. Praise the Lord. There will be some waiting period for that to get fulfilled the God's promise in your life. Praise the Lord. Sometimes what you have to do it, we have to patiently wait for that one. Praise the Lord. Hallelujah. We should not say anything against God in that waiting time period. Praise the Lord. We have to only what you have to do it. We are allowed from God only to give the praise and thanks to the Lord all the days of your life. അതാണ് പറയുന്നത്. നമ്മുടെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം.
അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും സെഞ്ചിമാത്യു ജോസ് ഗോഡ് ബ്ലെസ് യു, ടോമിന് മാത്യു ഗോഡ് ബ്ലെസ് യു, ബ്രയർ കെസിൻ ഗോഡ് ബ്ലെസ് യു, കെസിയ ഗോഡ് ബ്ലെസ് യു. ഞാൻ പറഞ്ഞു തരുന്നത് പൗലോസും ശീലാസും അവർ തടവറയിലായിരുന്നു. അവര് കർത്താവിന് എതിരായിട്ടൊന്നും സംസാരിച്ചില്ല. ചെൽപ്പാട്ടി കിട്ടുമെന്ന് അവർക്കറിയാം. കർത്താവിന്റെ അടുത്തുനിന്നല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന്. പൗലോസിന് ഇഷ്ടമാര് അടികിട്ടിട്ടുണ്ട്. അതൊക്കെ പൗലോസിന് ഒരു കഴിഞ്ഞാല് ഈ അടിയും കാര്യങ്ങളൊക്കെ പൗലോസിന് കഴിഞ്ഞാല് ഒരു സ്ഥിരമായിട്ടൊരു കാര്യമായിരുന്നു കല്ലേറ്. അതേപോലെ തന്നെ മറ്റുള്ളവരാലും മറ്റേ അവഹേളിക്കപ്പെടുന്ന അവസരത്തിൽ ആളുകൾ അവഹേളിക്കപ്പെടുക, വടികൊണ്ട് അടി കിട്ടുക. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് വേണ്ടി അതേപോലെ പീഡ സഹിച്ചൊരു വ്യക്തിയാണ് പൗലോസ്. പ്രൈസ് ലോർഡ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അതിനിടയിലും പൗലോസ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. കാരണം യഥാർത്ഥ ദൈവത്തെ പൗലോസ് കണ്ടറിഞ്ഞു. യഥാർത്ഥ ദൈവത്തെ പൗലോസ് വിശ്വസിച്ചു. യഥാർത്ഥ ദൈവത്തെ പൗലോസ് തൊട്ടറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ അരുൾപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ യെരുശലേമിലേക്ക് ചെന്ന് അവിടെയുള്ള നമുക്കറിയാം, അവിടെയുള്ള അപ്പസ്തോലന്മാരോട് അടുത്ത് പോകാതെ കർത്താവിന്റെ വെളിപാട് അനുസരിച്ച് പൗലോസ് സമരിയ, ജോദ്യ, ജെറുസലേം എന്നീ എല്ലാ സ്ഥലങ്ങളിലും, മക്കദോനിയ, പ്രൈസ് ലോർഡ്, മാസിഡോണിയ, എല്ലാ സ്ഥലങ്ങളിലും കർത്താവിനെ പ്രഘോഷിക്കുകയുണ്ടായി. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് കർത്താവ് നമുക്കൊരു വെളിപാട് തന്നു കഴിഞ്ഞാൽ, കർത്താവ് നമുക്കൊരു അരുൾപ്പാട് തന്നു കഴിഞ്ഞാൽ, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണം. ബാക്കി കാര്യങ്ങൾ കർത്താവാണ് നോക്കുന്നത്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ തയ്യാറാവണം. കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കും. പ്രൈസ് ലോർഡ്. അതാണ് പറഞ്ഞത്, കർത്താവ് വഴിയൊരുക്കും നമുക്ക് വേണ്ടി. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടി സ്ഥലത്ത് കർത്താവ് വഴിയൊരുക്കും. അതാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നത്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവർക്ക് ബലം കൊടുക്കും. അതാണ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനായിട്ടുള്ളത്, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ പ്രൈസ് ലോർഡ്, ഈ ദൈവം നമുക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും, എത്ര കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ദൈവത്തിൽ ശക്തിപ്പെടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ ശക്തിപ്പെടണം. അതാണ് കർത്താവിന്റെ വചനം പറഞ്ഞാല്, നമുക്കറിയാം ദാവീദ് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ദാവീദ് യഹോവയിൽ ശക്തിപ്പെട്ടെന്നാ കർത്താവിന്റെ വചനം പറയുന്നത്. യഹോവയിൽ ശക്തിപ്പെട്ടെന്നാ പറയുന്നത്. നമ്മൾ ശക്തിപ്പെടുത്തുന്ന ഒരേ ഒരു വഴി നമ്മുടെ തടിപിടിക്കലോ നമ്മുടെ ശക്തിയിലോ കഴിവിലോ അല്ല, മറിച്ച് ഫിലിസ്തീൻ സൈന്യം ദാവീദിന്റെ മുമ്പിൽ വന്നപ്പോൾ ദാവീദ് യഹോവയിൽ ശക്തിപ്പെട്ടു. കർത്താവിന്റെ അഭിഷേകത്തിൽ ശക്തിപ്പെട്ടു. കർത്താവിന്റെ അനോയിന്റിങ് ദാവീദ് ശക്തിപ്പെട്ടു. കർത്താവിന്റെ ആ കരുതൽ ദാവീദ് ശക്തിപ്പെട്ടു. ആ ശക്തിയിലാണ് ദാവീദ് കുതിച്ചത്. അതാ സൈന്യബലത്തിലല്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് നിന്ന് പോകുമ്പോൾ ശത്രു സൈന്യത്തെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ശത്രുക്കളെ എല്ലാം നോക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിലാണ് നമ്മൾ നോക്കി മുന്നോട്ട് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കാലം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ ഒരു നാളും വീഴാതെ വണ്ണം കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നമ്മൾ വാസം റപ്പിച്ചു. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ കർത്താവ് തന്റെ ദൂത ഗണങ്ങളോട് കൽപ്പിക്കും എന്ന് പരിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ദൈവവേലയായിരിക്കുന്ന ഒരാൾക്കാരും ഒരു കാര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടരുത്. ഈ ദൈവം നമ്മളെ പരിപാലിക്കാൻ ശക്തനാണ്. ഈ ദൈവം നമ്മളെ താങ്ങാൻ ശക്തനാണ്. ഈ ദൈവം നമ്മുടെ കുറവുകളെല്ലാം നീക്കിത്തന്നെ നമ്മളെ സേഫായിട്ട് നിർത്താൻ ശക്തനാണ്. എത്ര മാസങ്ങൾ കഴിഞ്ഞു പോയാലും, എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയാലും കർത്താവിന്റെ വാഗ്ദത്തത്തിന് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. എത്ര ആൾക്കാർ നമ്മൾ ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ നമ്മളെ തള്ളിക്കളഞ്ഞാലും, അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വന്നില്ലെങ്കിൽ അവരെയൊന്നും നോക്കാൻ പോകേണ്ട കാര്യമില്ല. അവരെന്തെങ്കിലും അസുഖം വന്നിട്ടോ, കോവിഡ് പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടോ അല്ലാതെയൊക്കെ ലോകത്തിൽ നിന്ന് അവർ മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവരോ അവർ വീണ്ടും അവർക്ക് ഒരു ഉയർപ്പുണ്ട്, വീണ്ടും അവർക്കൊരു മാന്യതയുണ്ട്, വീണ്ടും അവർക്കൊരു കൊയ്ത്തുണ്ടെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവവേലയായിരിക്കുന്ന ആൾക്കാർ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? പ്രൈസ് ദി ലോർഡ്. അതാണ് അതാ പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലോടൊന്ന് മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ നീങ്ങുന്നു. പുറയിലെ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കല്ലേറുണ്ട്, കപ്പൽ അപകടമുണ്ട്, പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹ വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊല്ലാൻ വേണ്ടി കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർ ചുറ്റുമുണ്ട്. മതിയാലുള്ള ആപത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ കള്ള സഹോദരന്മാരുള്ള ആപത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ പല രീതിയിലുള്ള ആപത്ത് പൗലോസിന് ചുറ്റുമുണ്ടായിരുന്നു. ഈ വലിയ നീരം കൂട്ടി നിന്നിക്കുന്ന ഉള്ളിലാണ് പൗലോസ് നിന്നോണ്ടിരുന്നത്. എങ്കിലും പൗലോസ് കർത്താവിൽ ശക്തിപ്പെട്ടു. ദാവീദ് കർത്താവിൽ ശക്തിപ്പെട്ടു. അബ്രഹാം കർത്താവിൽ ശക്തിപ്പെട്ടു. ഇസ്ഹാക്ക് കർത്താവിൽ ശക്തിപ്പെട്ടു. ക്ഷാമകാലത്തും വിതച്ചു. ആ ദേശം മൊത്തം
നമുക്കറിയാം ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്ന സമയത്തും പ്രൈസ് ദി ലോർഡ് വിശ്വാസത്താൽ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. കർത്താവിന്റെ വചനം പറയുന്നു 100 മേനി കൊയ്തു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും ദൈവനാമത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മരുഭൂമിയിലും നമുക്ക് സമൃദ്ധി തരുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ പ്രതി ലജ്ജിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെസിഗ്നേഷനാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുക എന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ ഒറ്റയുള്ളൂ എങ്കിലും നമ്മൾ മുന്നോട്ട് നീങ്ങണം. നമ്മൾ ഒറ്റയുള്ളൂ എങ്കിലും കർത്താവ് നമുക്കൊരു കൊയ്ത്ത് തരും. കർത്താവ് നമ്മോടൊപ്പം ആൾക്കാരെ കൂട്ടിത്തരും. കർത്താവ് നമ്മുടെ ഒപ്പം ആയിരിക്കാനുള്ള ആൾക്കാരെ കർത്താവ് തന്നെ അപ്പോയിന്റ് ചെയ്ത് തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസ്ഥ കഷ്ടങ്ങൾ ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടരുത്. ഈ ദൈവം നമ്മളെ മാനിക്കും. അതാണ് സ്വർഗത്തിലെ വെളിപാടിന്റെ പുസ്തകം ഒന്നുകൂടെ വായിക്കും. നമ്മള് പ്രൈസ് ദി ലോർഡ് വെളിപാടിന്റെ പുസ്തകം ഒന്നുകൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ പ്രൈസ് ദി ലോർഡ് ഭൂമിയിൽ കഷ്ടം സഹിച്ച ആൾക്കാരാണ് സിംഹാസനം ചുറ്റും നിൽക്കാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവ് അനുവദിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ പറയുന്നത് കഴിഞ്ഞാല് യജമാനെ അറിയുമല്ല. ഞാൻ പറഞ്ഞ എന്നോട് പറഞ്ഞ് ഇവർ മഹാഘട്ടത്തിൽ നിന്ന് വന്നവർ. വെളിപാടിന്റെ പുസ്തകം നമുക്ക് റെവലേഷൻ ചാപ്റ്റർ 7:14 ഇതിൽ പറയാണ്, അവൻ എന്നോട് പറഞ്ഞു ഇവർ മഹാഘട്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തന്റെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് റെവലേഷൻ ചാപ്റ്റർ 7:15, 16 and 17 ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. സിംഹാസനത്തിന് മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേച്ചു ജീവജലത്തിന്റെ ഉറകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഒരു ദിനം നമുക്ക് വേണ്ടി വരും. ഒരു ഉല്ലാസവും ജയഘോഷവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉല്ലാസവും ജയഘോഷവും നീതിവാന്മാരുടെ കൂടാരത്തിലുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ഉയർപ്പുണ്ട്. നമുക്ക് പ്രത്യാശയുടെ സ്വീകാര്യം നമ്മൾ ഇവിടെ മുറകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇനിയും നമുക്കൊരു കൊയ്ത്തുണ്ട്. ഇനിയും നമുക്കൊരു ഓട്ടമുണ്ട്. ഇനിയും നമുക്കൊരു കുതിപ്പുണ്ട്. ഇനിയും നമ്മൾ ഉയർക്കും. നമ്മൾ പറക്കും. കഴുകന്മാരെ പോലെ പറന്നുയർന്ന് നമ്മൾ വീണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ഇനി അതിനുള്ള വഴികൾ നമുക്ക് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ 2025 പ്രൈസ് ലോർഡ് ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ദൈവനാമത്തിലൂടെ എന്തൊക്കെ ജോലിയാണ് ചെയ്തത് അത് പിന്നെയും അതിൽ കൂടുതലായിട്ട് വീണ്ടും നമ്മൾ ചെയ്യണം. അല്പം താമസിച്ചു പോയാലും പിന്നെയും ഓടിക്കരണം. ഓടി നമ്മൾ ഈ ഓട്ടം നമ്മൾ പൂർത്തിയാക്കണം. പ്രൈസ് ലോർഡ്. നമുക്ക് ഒരു വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും പിതാവ് Father, in the name of Jesus Christ, I pray for all the people right now, especially the people those who are watching. All I pray and bless them, Father. Father God, I pray for the people those who are watching from UK, the Europe, and Africa, North and South America, and Asian countries. Heavenly Father, sprinkle the blood of Jesus Christ right now, especially the people those who are having, the mentally depressed people are watching here. The people are having lots of worries in their heart. The people are having lots of depression in their heart. The people are waiting to get, the people are thinking to get suicide. Heavenly Father, especially I pray for them right now, Father. The spirit of giving the suicide temptation, I bind them right now. I bind the spirit right now. I bind a cast out right now in the name of Jesus Christ. I sprinkle the blood of Jesus Christ, especially the people, those who are here, the people, those who are suffering, the lots of tribulations. I sprinkle the blood of Jesus Christ right now. The spirit of unbelief, the spirit of witchcraft, the various kinds of evil spirit which is coming and standing against their life, in the name of Jesus Christ, blocking their life. In Jesus' name, I break the power right now, in the name of Jesus Christ. According to Matthew chapter 18 and 18, whatever I bind on this earth, it will be bound on this heaven. Whatever I loose on this earth, it will be loose in the heaven. Heavenly Father, you gave the authority over all the serpents and scorpions, over all the powers of the enemy. In the name of Jesus Christ, I sprinkle the blood of Jesus Christ right now. The spirit of witchcraft, the spirit of antichrist, the spirit of sickness, the spirit of infirmities, I sprinkle the blood of Jesus Christ right now. Every evil spirit, temptation, every sickness, in the name of Jesus Christ, I uproot right now in the name of Jesus Christ. I pray for everybody, those who are watching online, Thomas, Matthew, Claire, Bexy, Joshua, Ambas, Johnson, Warki, Rajamani, Sanchimo Jos, Satidas, and Bino, and Thomas Matthew, and Gracie Amma. Praise the Lord. Hallelujah. The people, those who are watching online, I pray and bless them, Father. Heavenly Father, I pray for all the Shaken Nation team members, the people, those who are watching online. Spiritually, I bless them, Father. I pray for the reveal of UK. I pray for the reveal of Europe. I pray for the reveal of Africa.
I pray for the revival of North and South American Asian countries. I pray for the revival of my mother country, praise the Lord, where in India, in all the provinces of India, pray for the revival, especially the Kerala, praise the Lord, hallelujah. I pray for the city where I am living in Portsmouth, the revival of the gospel revival. Heavenly Father, once again, more I pray for each and every people right now, Father. In Jesus' name, I pray. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord, hallelujah. We can pray. The grace of our Lord Jesus Christ, the love of God, sweet fellowship with the Holy Spirit be with you all. Surely, the goodness and mercy will follow us all the days of our life, and I will dwell in the house of the Lord forevermore. Amen. God bless you.